വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം അദ്ധ്യായം 1 57 മുതലുള്ള തിരുവചനങ്ങൾ. എലിസബത്തിന് പ്രസവ സമയമായി. അവൾ ഒരു പുത്രനെ പ്രസവിച്ചു. കർത്താവ് അവളോട് വലിയ കാരുണ്യം കാണിച്ചിരിക്കുന്നു എന്ന് കേട്ട അയൽക്കാരും ബന്ധുക്കളും അവളോടൊത്ത് സന്തോഷിച്ചു. 8-ാം ദിവസം അവർ ശിശുവിൻ്റെ പരിച്ഛേദനത്തിന് വന്നു. പിതാവിൻ്റെ പേരനുസരിച്ച് സഖറിയ എന്ന് അവന് പേര് നൽകുവാൻ അവർ ആഗ്രഹിച്ചു. എന്നാൽ ശിശുവിൻ്റെ അമ്മ അവരോട് പറഞ്ഞു, അങ്ങനെയല്ല, അവൻ യോഹന്നാൻ എന്ന് വിളിക്കപ്പെടണം. അവർ അവളോട് പറഞ്ഞു, നിന്റെ ബന്ധുക്കളിൽ ആർക്കും ഈ പേര് ഇല്ലല്ലോ. ശിശുവിന് എന്ത് പേര് നൽകാനാണ് ആഗ്രഹിക്കുന്നതെന്ന് അവൻ്റെ പിതാവിനോട് അവർ ആംഗ്യം കാണിച്ച് ചോദിച്ചു. അവൻ ഒരു എഴുത്തുപലക വരുത്തി അതിലെഴുതി, യോഹന്നാൻ എന്നാണ് അവൻ്റെ പേര്. എല്ലാവരും അത്ഭുതപ്പെട്ടു. തൽക്ഷണം അവൻ്റെ വായ തുറക്കപ്പെട്ടു, നാവ് സ്വതന്ത്രമായി. അവൻ ദൈവത്തെ വാഴ്ത്തിക്കൊണ്ട് സംസാരിക്കാൻ തുടങ്ങി. അയൽക്കാർക്കെല്ലാം ഭയമുണ്ടായി. യൂദയായിലെ മലനാട്ടിലെങ്ങും ഈ സംഗതികൾ സംസാര വിഷയമാവുകയും ചെയ്തു. കേട്ടവരെല്ലാം ഈ ശിശു ആരായിത്തീരും എന്ന് ചിന്തിച്ചു തുടങ്ങി. കർത്താവിൻ്റെ കരം അവനോട് കൂടെ ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് കർത്താവ് ഈ സുവിശേഷ തിരുവചനങ്ങളിലൂടെ നമുക്ക് ഓരോരുത്തർക്കും നൽകുന്ന അതിമഹനീയമായ മനോഹരമായ ഏതാനും ചില സന്ദേശങ്ങളുണ്ട്. ആദ്യമായി വചനം നമ്മൾ ശ്രവിച്ചത് എങ്ങനെയാണ്? എലിസബത്തിന് പ്രസവ സമയമായി. അവൾ ഒരു പുത്രനെ പ്രസവിച്ചു. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുന്ന കാര്യം ഇത്ര സവിശേഷമായ വിധത്തിൽ ഈ വചനത്തിൽ പറയാൻ കാരണം മറ്റൊന്നുമല്ല, നമുക്കറിയാം. ഒന്നാമതായി, ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു കുഞ്ഞാണ് സ്നാപക യോഹന്നാൻ. ആ കുഞ്ഞാണ് ഇന്ന് ജനിച്ചിരിക്കുന്നത്. വീണ്ടും അനേക കാലത്തെ കാത്തിരിപ്പിന് ശേഷമാണ് എലിസബത്തിനും സഖറിയായ്ക്കും ഒരു കുഞ്ഞുണ്ടാകുന്നത്. 60 വയസ്സ് കഴിഞ്ഞതിന് ശേഷം. എന്ന് വെച്ചാൽ ഇന്ന് ഒന്നാമതായി ഈശോ നൽകുന്ന തിരു സന്ദേശം ഇതാണ്: മനസ്സ് മടുക്കാതെ നിരന്തരം കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്നവരാകണം നമ്മൾ ഓരോരുത്തരും. ഇന്ന് പ്രാർത്ഥിച്ചാൽ ഇന്ന് തന്നെ അതിന് പ്രതിഫലം കിട്ടും. നാളെ പ്രാർത്ഥിച്ചാൽ നാളെ തന്നെ കിട്ടണം. നാളത്തെ കഴിഞ്ഞ് പ്രാർത്ഥിച്ചാൽ അപ്പോൾ തന്നെ കിട്ടണം. അങ്ങനെ ആഗ്രഹിക്കുന്നതിന് പകരം കർത്താവിൻ്റെ സമയമാകുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഈശോ അനുഗ്രഹം വർഷിക്കും എന്നുള്ള വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാനായി നമുക്ക് സാധിക്കണം. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് ഈ വചനത്തിൽ നമ്മൾ ശ്രവിച്ചത്. അനേക വർഷം കാത്തിരുന്ന് പ്രാർത്ഥിച്ച എലിസബത്തിനും സഖറിയായ്ക്കുമാണ് ഇവിടെ ഒരു കുഞ്ഞുണ്ടാകുന്നതായി നമ്മൾ കാണുന്നത്. അപ്പം മനസ്സ് മടുക്കാതെ പ്രാർത്ഥിക്കുന്നവരുടെ ജീവിതത്തിലേക്ക് ഈശോ തക്ക സമയത്ത് അനുഗ്രഹങ്ങൾ വർഷിക്കും. അതല്ലേ ദൈവമായ കർത്താവ് എങ്ങനെ പറഞ്ഞത്? കാത്തിരുന്ന് പ്രാർത്ഥിക്കുക, മനസ്സ് മടുക്കാതെ പ്രാർത്ഥിക്കുക. അതിനെയാണ് സാധാരണയായി നമ്മൾ പറയുക സ്ഥിരതയോടുകൂടി പ്രാർത്ഥിക്കണമെന്ന്. സ്വന്തം ഇഷ്ടം എത്ര വലുതാണെങ്കിലും അത് ദൈവേഷ്ടമല്ല എന്ന് മനസ്സിലായാൽ മാറ്റിവെക്കുന്നവരാണ് പ്രാർത്ഥിക്കുന്ന ആളുകൾ. സഖറിയായ്ക്കും എലിസബത്തിനും നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു ഈ കുഞ്ഞിന് സഖറിയാൻ തന്നെ പേരിടണമെന്ന്. കാരണം അത്രയേറെ കാലത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷം ഉണ്ടായ ഒരു കൊച്ചാണ്. എന്നാൽ ഈ കുഞ്ഞിൻ്റെ പേര് സഖറിയ എന്നല്ല എന്നുള്ളത് ദൈവനിശ്ചയം ആണെന്ന് മനസ്സിലായപ്പം പിന്നെ സ്വന്തം ഇഷ്ടങ്ങൾ അവർ സന്തോഷത്തോടെ മാറ്റിവെച്ചു. പ്രിയപ്പെട്ടവരെ, സ്വന്തം ഇഷ്ടം എത്ര വലുതാണെങ്കിലും എത്ര പ്രധാനപ്പെട്ടതെന്ന് തോന്നിയാലും അത് ദൈവേഷ്ടം അല്ല എന്ന് മനസ്സിലായാൽ മാറ്റിവെക്കുന്നവരാണ് പ്രാർത്ഥിക്കുന്ന ആളുകൾ. സ്വന്തം ഇഷ്ടങ്ങളെ മാറ്റിവെച്ച് ദൈവ ഇഷ്ടത്തെ നിറവേറ്റാനായി നമുക്കോരോരുത്തർക്കും സാധിക്കണം. ഇത് പറയുമ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട്, ഒരിക്കൽ ജെറുസലേം ധ്യാന കേന്ദ്രത്തിൽ ഒരു ഭാര്യയും ഭർത്താവും കൂടെ വന്നു.
അവരിങ്ങനെ വന്ന് എൻ്റെ മുന്നിൽ നിന്നപ്പം ഞാൻ ചോദിച്ചു, എന്തേ വന്നേക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഭാര്യയും ഭർത്താവും ഇങ്ങനെ ഒന്നും ഇടാൻ നിൽക്കുക. കുറച്ച് കഴിയപ്പോൾ ഈ ഭാര്യ അങ്ങ് കരയാൻ തുടങ്ങി. ആ സ്ത്രീയാണെങ്കിൽ 7-8 മാസം ഗർഭിണിയാണ്. ഞാൻ ആ ചേച്ചിയോട് ചോദിച്ചു, എന്തിനാ ചേച്ചി ഇങ്ങനെ കരയുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, അച്ഛാ എൻ്റെ ഈ അടുത്ത് നിൽക്കുന്നത് എൻ്റെ ഭർത്താവാണ്. ഞാൻ ചോദിച്ചു, അതിനിപ്പോൾ എന്നാ, അങ്ങനെയല്ലേ, നിങ്ങൾ രണ്ടുപേരും കൂടെ അല്ലേ വരേണ്ടത്. ഇപ്പം പ്രശ്നം വെച്ചാൽ ഇയാൾക്ക് ഒന്നും കൂടെ കല്യാണം കഴിക്കണം. അപ്പം ഞാൻ ഇയാളോട് ചോദിച്ചു, അത് ശരിയാണോ ചേട്ടാന്ന് ചോദിച്ചു. അയാൾ പറഞ്ഞു, എന്നോട് ആ മനുഷ്യർ ചോദ്യം ചോദിച്ചത്, അച്ഛാ ഈശോ പറയുന്നത് ചെയ്യണ്ടേ അച്ഛാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഈശോ പറയുന്നത് ചെയ്യണം. അതുവരെ ശാന്തമായി നിന്ന ആ മനുഷ്യൻ ഭാര്യയോട് ഒരൊറ്റ പറച്ചില്ല, ഇതേ അച്ഛൻ സമ്മതിച്ചു, കർത്താവ് പറയുന്നത് ചെയ്തോളാൻ, ഇനി എനിക്ക് നിൻ്റെ അനുവാദം ആവശ്യമില്ല, വീട്ടുകാരുടെ അനുവാദം ആവശ്യമില്ല, ഞാൻ കെട്ടാൻ പോകാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, ആരെ ചേട്ടാ കെട്ടാൻ പോകുന്നത്? അയാൾ പറഞ്ഞു, ഇവളുടെ അനിയത്തെ തന്നെയാണ്, ഭാര്യയുടെ അനിയത്തെ തന്നെയാണ്. എന്തേ അങ്ങനെ തീരുമാനിച്ചതെന്ന് ചോദിച്ചു. പറഞ്ഞു, അച്ഛനറിയാവോ, കഴിഞ്ഞ 6 മാസമായി ഈശോ എൻ്റെ ഉള്ളിലിരുന്ന ഒരേ ഒരു വർത്താനമാണ്, നീ ഒന്നും കൂടെ കെട്ടിക്കോ, നീ ഒന്നും കൂടെ കെട്ടിക്കോ, ഒന്നും കൂടെ കെട്ടിക്കോ എന്ന്. ഇത് കേട്ടിട്ട് ഞാൻ ആകെ അസ്വസ്ഥനായി. ഇപ്പോൾ ഉറക്കം വരുന്നില്ല, ജോലിക്ക് പോകാൻ പറ്റുന്നില്ല, ഭക്ഷണം കഴിക്കാൻ തോന്നുന്നില്ല, ഞാൻ ആകെ അസ്വസ്ഥനായി. ഇപ്പോഴാച്ച ഒരു സമാധാനം കിട്ടിയതെന്ന്. പ്രിയപ്പെട്ടവരെ, അത് കർത്താവിൻ്റെ ഇഷ്ടമായിരിക്കുമോ? കർത്താവിൻ്റെ ഇഷ്ടമല്ല. പലരും കൊണ്ട് സ്വന്തം ഇഷ്ടത്തെ ദൈവേഷ്ടമായിട്ട് വ്യാഖ്യാനിക്കും. സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങളെയും ഇഷ്ടങ്ങളെയും നിറവേറ്റാനായിട്ട് ഇത് ഈശോ എന്നോട് പറഞ്ഞതുകൊണ്ടാണ്, ഇത് ദൈവത്തിൻ്റെ ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞ് വ്യാഖ്യാനിച്ച് സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങളെ നിർവഹിക്കാനായിട്ട് പരിശ്രമിക്കുന്ന ആളുകളെ നമുക്ക് കാണാം. എന്നാൽ പ്രാർത്ഥിക്കുന്ന ആളുകൾ ദൈവേഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കുകയും സ്വന്തം ഇഷ്ടങ്ങളെ സന്തോഷപൂർവ്വം തന്നെ മാറ്റിവെക്കുകയും ചെയ്യുന്നവരാണ്. വീണ്ടും നമ്മൾ ഈ വചനത്തിൽ കാണുന്ന മഹനീയമായ വേറൊരു കാര്യമുണ്ട്. ഇങ്ങനെയൊക്കെ ആയപ്പോഴത്തേനും, അവൻ്റെ പേര് യോഹന്നാൻ എന്നായിരിക്കണമെന്ന് എഴുത്തുവലയിൽ എഴുതി കാണിച്ചപ്പോഴത്തേനും സംഭവിച്ച ഒരു അത്ഭുതം. ഉടനെ സഖറിയായുടെ അധരം തുറക്കപ്പെട്ടു, നാവ് സ്വതന്ത്രമായി, അവൻ ദൈവത്തെ വാഴ്ത്തി സ്തുതിക്കാൻ തുടങ്ങി. അവൻ ദൈവത്തെ വാഴ്ത്തി സ്തുതിക്കാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, നമ്മൾ അധരം തുറക്കുന്നത് ദൈവത്തെ വാഴ്ത്താനായിരിക്കണം, ഒരാളെയും വീഴ്ത്താനാകരുത്. നമ്മൾ അധരങ്ങൾ തുറക്കുന്നത് ദൈവത്തെ വാഴ്ത്താനായിരിക്കണം, ഒരാളെയും വീഴ്ത്താനാകരുത്. നമുക്കറിയാം, ചിലർ വാ പൊളിക്കുമ്പം അവരുടെ നാക്ക് ആനാട നാക്ക് പോലെയാണ്, വാ പോലെയാണ്. അവരങ്ങ് വാ പൊളിക്കും. എന്നിട്ടോ നീണ്ടുവരുന്ന ഈ നാക്ക് കൊണ്ട് പരദൂഷണങ്ങൾ പറഞ്ഞും കുറ്റങ്ങൾ പറഞ്ഞും ഇല്ലായ്മ പറഞ്ഞും നാട്ടിലും പരിസരത്തും വീട്ടിലുമുള്ള എല്ലാവരുടെയും ജീവിതങ്ങളെ തകർത്ത് കളയും. അതുകൊണ്ടാണ് നമ്മളൊക്കെ കണ്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട് ഒരു ചിത്രകഥ, ഈ കബീഷ് എന്ന് പേരുള്ളത്. ചിലവരുടെ നാക്കും കബീഷിൻ്റെ വാലും ഒരുപോലെയാണ്, എന്തോരം വേണമെങ്കിലും നീട്ടാം. ആകെ വ്യത്യാസം ഒരെണ്ണം മുന്നിൽ നിന്ന് വരുന്നു, ഒരെണ്ണം പിന്നിൽ നിന്ന് വരുന്നു, അത്രയേ ഉള്ളൂ. പ്രിയപ്പെട്ടവരെ, നമ്മൾ അധരം തുറക്കുന്നുവെങ്കിൽ അത് കർത്താവിനെ വാഴ്ത്താനായിരിക്കണം, ഒരാളെയും വീഴ്ത്താനാകരുത്. അങ്ങനെയുള്ള വ്യക്തികളെ കാണുമ്പം ഈ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ നമ്മളെ കാണുമ്പോഴും പറയും, ഈ ശിശു ആരായിത്തീരുമെന്ന് അത്ഭുതത്തോടെ പറഞ്ഞതുപോലെ നമ്മുടെ പ്രവൃത്തിയും നമ്മുടെ വാക്കും നമ്മൾ സ്തുതിക്കുന്നതും നമ്മൾ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നതും കാണുമ്പോൾ എല്ലാവരും പറയും, ഇവൻ ഭാവിയിൽ ആരായിത്തീരുമെന്ന്, ഇവൾ ഭാവിയിൽ ആരായിത്തീരുമെന്ന്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് കർത്താവിനോട് ഇന്ന് നമുക്കും പ്രാർത്ഥിക്കാം, ദൈവമേ, പ്രാർത്ഥിച്ച് ജീവിക്കുന്ന ഒരു ശൈലി ഞങ്ങൾക്ക് തരണമേ എന്ന്. പരദൂഷണങ്ങളും കുറ്റങ്ങളും പറയുന്നതിന് പകരം ഞങ്ങൾ അധരം തുറക്കുന്നത് കർത്താവിനെ വാഴ്ത്തി മഹത്വപ്പെടുത്താനായിരിക്കട്ടെ എന്ന്. അങ്ങനെയാകുമ്പോൾ ഈശോയുടെ ഇഷ്ടം നിർവഹിക്കുന്നവരാകും നമ്മൾ ഓരോരുത്തരും. ഈശോ അനുഗ്രഹിക്കട്ടെ.